നമസ്കാരം പ്രിയപ്പെട്ടവരെ. മൂഞ്ചി 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 മൂഞ്ചിയിൽ ചിരിക്കാതെ എങ്ങനെ ഇരിക്കും? നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ അവിടെ BJP അധികാരം പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മേയറായിട്ട് ഒരാളെ ഉയർത്തി കാണിച്ചായിരുന്നു. ധീരയായിട്ടുള്ള വനിത, മുൻ IPS ഉദ്യോഗസ്ഥയായിട്ടുള്ള നമ്മുടെ ശ്രീലേഖ മാഡം. അപ്പോൾ നമ്മുടെ ശ്രീലേഖ മാഡത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്നറിയാം? മൂഞ്ചി 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 മൂഞ്ചിയിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഡാൻസൊക്കെ കളിച്ച് വോട്ടർമാരുടെ ഹൃദയം കീഴടക്കി എങ്ങനെയൊക്കെ നമ്മുടെ അമ്മച്ചി അവിടെ ജയിച്ച് കയറി. പക്ഷെ ജയിച്ച് കയറിയപ്പോഴത്തേക്ക് മറ്റവന്മാർ തനി ഗുണം കാണിച്ചു. ആരാ? സംഖ്യകളെ കൃത്യമായിട്ട് നല്ല അസ്ഥാനത്താണ് നമ്മുടെ അമ്മച്ചിക്കിട്ട് അടി കൊടുത്തത്. എന്തായാലും അമ്മച്ചി ജയിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം കാണിച്ചിട്ടുള്ള പരിപാടി നിങ്ങൾ കണ്ടാണല്ലോ അല്ലേ? നമ്മുടെ VK പ്രകാശ് MLA ഓഫീസിലേക്ക് കയറി വരുന്നു. ഇവിടെ നിങ്ങൾ മാറണം, കാരണം ഒരു MLA കാട്ടി പദവിയാണ് സാധാരണ ഒരു കൗൺസിലർക്കുള്ളത്. അപ്പം ആ ഒരു പദവി കാണിച്ചുകൊണ്ട് നമ്മുടെ അമ്മച്ചി വന്നിട്ട് ആ ഓഫീസിൽ വന്ന് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇപ്പോഴത്തെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. ദയനീയം എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാണുമ്പോൾ നമുക്ക് സങ്കടവും കരച്ചിലും ഒക്കെ തോന്നുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നല്ല രീതിയിലുള്ള ഒരു ഭരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പിന്നെ എന്തുകൊണ്ടും യോഗ്യനായിട്ടുള്ള ഒരാളാണ് അവിടെ മേയറായിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ ഗണേഷ് കുമാറും അതുപോലെ തന്നെ ഇപ്പോഴത്തെ മേയർ VV രാജേഷും തമ്മിലുള്ള ആ ഒരു പോട്ടിയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, KSRTCയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന. അപ്പോൾ എന്താണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ഭരണം അവിടുത്തെ ആളുകൾക്ക് കൊടുക്കും എന്നുള്ള കാര്യത്തിലൊരു തർക്കവും വേണ്ട. ഈ വരാൻ പോകുന്ന 30-ാം തീയതി VV രാജേഷ് പറഞ്ഞതുപോലെ ഇവിടെ കോർപ്പറേഷൻ ഞങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ ഡിഫൻസ് മന്ത്രിയൊക്കെ ഞങ്ങളിവിടെ കൊണ്ടുവരും. തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ ഞങ്ങളങ്ങോട്ട് മാറ്റും. അത് നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ളൊരു തിരുവനന്തപുരം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ 2-3 സീറ്റുകളിൽ BJP അവിടെ വിജയിക്കുമെന്നൊക്കെ ഉള്ള ശുഭപ്രതീക്ഷയിലാണുള്ളത്. പിന്നെ ഇവിടെ ജയിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെയും LDFൻ്റെയൊക്കെ കഴിവുകേട് കൊണ്ട് മാത്രമാണ് ഇതുപോലുള്ള ആളുകളൊക്കെ അവിടെ ജയിച്ചു കയറുന്നതെന്ന് നമുക്ക് എങ്ങനെ പറയാതിരിക്കാൻ പറ്റും. എന്തായാലും നമ്മുടെ അമ്മായി പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോ കണ്ടു നോക്കാം. എന്നെ ഈ ഇലക്ഷന് നിർത്തിയത് തന്നെ കൗൺസിലറായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ടല്ല, മേയർ ആകും എന്നുള്ള ഒരു വാഗ്ദാനത്തിന്റെ പുറത്താണ്. ഞാൻ വിസമ്മതിച്ചതാണ് ഇലക്ഷൻ നിൽക്കാൻ. പക്ഷെ അത് അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഞാനായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖം. കാൻഡിഡേറ്റ്സിന് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കേണ്ട ആളായിരിക്കണം. നേരത്തെ പറഞ്ഞിരുന്നത് 10 കാൻഡിഡേറ്റ്സിനെ ജയിപ്പിക്കുന്ന വൈസ് പ്രസിഡന്റും കൂടിയാണ് ഞാൻ BJPയുടെ സംസ്ഥാന. അപ്പോൾ അതിനെ 10 പേരെ വിജയിപ്പിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അവസാനം ഞാൻ കൗൺസിലർ ആകേണ്ട സാഹചര്യത്തിൽ ഞാൻ പാർട്ടി പറഞ്ഞത് അംഗീകരിച്ച് നിന്നു. അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നതും. അങ്ങനെയുള്ള ഒരു പടമാണ് എല്ലായിടത്തും കൊടുത്തിരുന്നതും. എല്ലാ പത്രങ്ങളുടെ ചർച്ചകൾക്കും ഒക്കെ തന്നെയാണ് വിട്ടുകൊണ്ടിരുന്നത്. എന്തോ കാരണങ്ങൾ കൊണ്ട് അവസാന നിമിഷം മാറി. എനിക്കും 12ലും പഠിക്കുന്ന തന്റെ പുത്രന്മാരെ വിളിച്ച് പിതാവ് പറയുന്നു, നിങ്ങൾ ഡിസ്റ്റിങ്ഷനോടുകൂടി പരീക്ഷ പാസ്സായാൽ ഞാനൊരു മൊബൈൽ ഫോൺ സമ്മാനം തരാമെന്ന്. 2 പേരും ഡിസ്റ്റിങ്ഷനോടുകൂടി പരീക്ഷ പാസ്സാവുന്നു. ഒരു ഫോൺ മാത്രം വാങ്ങാൻ പ്രാപ്തിയുള്ള പിതാവ് അവരെ വിളിച്ച് ചോദിക്കുന്നു, നിങ്ങൾ തന്നെ പറ ഞാൻ ഇത് ആർക്ക് കൊടുക്കണമെന്ന്. ഉചിതമായ തീരുമാനം അച്ഛൻ എടുക്കൂ എന്ന് പറഞ്ഞ് 2 പേരും അച്ഛന് വിടുന്നു. ഏറ്റവും കൂടുതൽ നന്നായി ഇത് ഉപയോഗിക്കുക മൂത്ത പുത്രനായിരിക്കും. അവന് കുറച്ചും കൂടെ ഒരു പക്വതയുണ്ട് ഇത് ഉപയോഗിക്കാൻ എന്ന് മനസ്സിലാക്കി അത് മൂത്ത പുത്രന് കൊടുക്കുന്നു. ഇളയ പുത്രൻ അത് അംഗീകരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയില്ലേ? അടുത്ത വീട്ടിലെ ഒരു കുത്തിത്തിരിപ്പുകാരൻ വികൃത ബുദ്ധി നിരന്തരം ഇളയ മകനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്തൊരു ചതിയാണ് ഇടായത്, എന്നാലും ഇങ്ങനെ ചെയ്യാവോ, നിന്റെ അച്ഛൻ നിനക്ക് സത്യം ചെയ്തതല്ലേ, അത് നീ വാങ്ങിച്ചെടുക്കട്ടെ, വഴക്കിട്ട് ഫൈറ്റ് ചെയ്ത് അത് വാങ്ങിച്ചെടുക്കണം, അല്ലെങ്കിൽ നീ എന്തിനാ ജീവിച്ചിരിക്കുന്നത്, പോയി ചത്തൂടെ, ഓടിപ്പൊക്കൂടെ, ഇതുപോലെയുള്ളൊരു കുടുംബത്തിൽ നീ എന്തിനാ തുടരുന്നത്. അവനോട് മാത്രമല്ല നാട്ടിലുള്ള സകലരോടും ഇത് പറഞ്ഞു നടക്കുന്നു. ഇതുപോലെയാണ് ഇപ്പോഴത്തെ ചില മാപ്പറകൾ ചെയ്യുന്നത്. എന്തായാലും മുൻ DGPയുടെ ശ്രീലേഖയുടെ നാവിൽ നിന്ന് ഈ മാപ്രാന്ന് വിളിയേക്കും എന്തൊരു ശീലമല്ലാത്ത കാര്യം കേട്ടതുപോലെ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു മൊബൈൽ ഫോണും 2 മക്കളും എന്ന കഥയുടെ ആവിഷ്കാരത്തിന് മുന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ? അലക്സ് റാം മുഹമ്മദ് പറയൂ. കോതമംഗലം വാർഡ് കൗൺസിലർ ശ്രീലേഖ കത്തി കയറുകയാണ്. വിവാദത്തിന് ഒരു കുറവുമില്ല. ഏറ്റവും ഒടുവിൽ ഇന്നലെ അടക്കം അവരൊരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മേയർ പദം വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും BJPയുടെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ മുഖമായി തന്നെ അവതരിപ്പിക്കുമെന്നും BJP നേതാക്കൾ, ചില BJP സംസ്ഥാന നേതൃത്വത്തിലെ ചിലർ തന്നോട് പറഞ്ഞിരുന്നു. അതിനാലാണ് താൻ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തിയതെന്ന് അവർ ഇന്നലെ പറഞ്ഞു. മാധ്യമങ്ങളോട് അത് അവർ വിശദീകരിച്ചു. അതിനുശേഷം വലിയ വിവാദമാവുകയും പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയാവുകയും ചെയ്തതിനു ശേഷം അവർ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ
മാധ്യമങ്ങളെ വിമർശിച്ച് രംഗത്തെത്തി. ഇത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണ്, ഒരു ഭാഗം അടർത്തിയെടുത്ത് അവർ വ്യാഖ്യാനിക്കുകയാണ്, അവർ കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണ്, മാപ്പറകളെന്ന് വിശേഷിപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ വീണ്ടും ഒരു കഥ സൊല്ലട്ടുമ എന്ന പേരിൽ ഒരു മൊബൈൽ ഫോണും 2 മക്കളും എന്നൊരു കഥയുമായി അവർ വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ഈ കഥയിൽ പറഞ്ഞതുപോലെ ആണ് സംഭവങ്ങളെങ്കിൽ ഇതിൽ അവർ വിശദീകരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിൽ നിലവിൽ ഈ 2 മക്കളെന്ന് ഉദ്ദേശിക്കുന്ന ഒന്ന് വി രാജേഷും ഒന്ന് ആർ ശ്രീലേഖയുമാണ്. അങ്ങനെയെങ്കിൽ വി രാജേഷിന് ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വത്തിലെ ആരെങ്കിലും മേയർ പദം വാഗ്ദാനം ചെയ്തിരുന്നോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഇവർക്ക് മേയർ പദവി നൽകാം എന്ന് സത്യം ചെയ്ത് നൽകിയിട്ടുണ്ടോ ഈ നേതൃത്വത്തിൽ ആരെങ്കിലും എന്നുള്ളതും ആർ ശ്രീലേഖ വിശദീകരിക്കേണ്ടതുണ്ട്. കോർപ്പറേഷൻ ഇലക്ഷന് നിൽക്കാൻ വിസമ്മതിച്ചപ്പോൾ ായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് മേയറാക്കാം എന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. അത് അങ്ങനെയൊക്കെ വെറും കൗൺസിലറായിട്ടല്ല നിർത്തുന്നത്, മേയർ സ്ഥാനാർത്ഥിയായിട്ടാണ് നിർത്തുന്നത് എന്ന് പറഞ്ഞിരുന്നത് കൊണ്ടാണ് ഞാൻ നിൽക്കാൻ തന്നെ തയ്യാറായത്. അത് ഞാൻ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം അതായത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു അവസരത്തിൽ, പ്രചാരണം നടക്കുന്ന അവസരത്തിലെല്ലാം മേയർ എന്ന നിലയിൽ പല ചർച്ചകളിലും പോയത് മേഡമായിരുന്നു. അപ്പോൾ മത്സരരംഗത്ത് തന്നെ താല്പര്യമില്ലാതിരുന്നു, അല്ലെങ്കിൽ കൗൺസിലറായി മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നതാണോ? അല്ല, ആഗ്രഹിച്ചില്ല. അത് ഞാൻ പറഞ്ഞു. ഞാൻ ബി.ജെ.പിയുടെ ഒരു ഉപാധ്യക്ഷയാണ് സംസ്ഥാനത്തിൻ്റെ. ഇപ്പോൾ വാർഡിലെ കൗൺസിലർ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. 10 വാർഡുകളുടെ കൗൺസിലർ സ്ഥാനാർത്ഥികളോടൊപ്പം പ്രവർത്തിച്ച് അവരെ വിജയിപ്പിക്കുക എന്നുള്ളതായിരുന്നു എനിക്ക് തന്നിരുന്ന ആദ്യത്തെ ദൗത്യം. മത്സരിക്കാതെ അവരെ 10 വാർഡുകളിൽ ഞാൻ പ്രവർത്തിക്കുക. അത് കുറേ മീറ്റിംഗ്സ് നടന്നായിരുന്നല്ലോ, ഓൺലൈനായിട്ട് നേരിട്ടുള്ള മീറ്റിംഗ്സിൽ. തിരുവനന്തപുരത്തെ 10 വാർഡുകൾ അവിടെയുള്ള കൗൺസിലർമാരെ ജയിപ്പിക്കുക, അതായിരുന്നു എനിക്ക് കിട്ടിയിരുന്ന ദൗത്യം. പെട്ടെന്നാണ് അത് മത്സരിക്കണം എന്നുള്ളൊരു രീതിയിലോട്ട് വന്നപ്പോൾ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ആഗ്രഹം, അതായത് മാഡം മത്സരിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വന്നത് ബി.ജെ.പി സ്റ്റേറ്റ് ലീഡർഷിപ്പിൽ നിന്ന് തന്നെയല്ലേ? എങ്ങനെയായിരുന്നു ആ ആവശ്യം വന്നത്? സ്റ്റേറ്റ് ലീഡർഷിപ്പ് മാത്രമായിട്ടൊരു തീരുമാനം എടുക്കുമെന്ന് എനിക്ക് അറിയില്ല, ആയിരിക്കും. പക്ഷെ എന്നോട് പറഞ്ഞ സ്റ്റേറ്റ് ലീഡർഷിപ്പാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ ഒരു ആഗ്രഹം. ഒരു കൗൺസിലറായി മാത്രം വന്ന് നഗരസഭയിൽ ഇരിക്കുക, അങ്ങനെ ദൗത്യമായിരുന്നോ പറഞ്ഞിരുന്നത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അങ്ങനെ ആയിരുന്നോ? അല്ല, അവസരം നിഷേധിച്ചതിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള മറ്റെന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അട്ടിമറിയോ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഇതിൽ എന്താണ്? ഇല്ല, ഒന്നും അട്ടിമറിയോ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. ഇതൊരു കൺസെൻസസിന്റെ പുറത്ത് തന്നെ, ജനറലായിട്ട് ഒരു കൺസെൻസസിന്റെ പുറത്ത് കേന്ദ്ര നേതൃത്വം എന്താണോ പറയുന്നത് അത് അംഗീകരിക്കാം എന്നുള്ള ജയിച്ചു വന്ന 50 കൗൺസിലേഴ്സും കൂടി എടുത്ത ഒരു തീരുമാനത്തിന്റെ പുറത്ത് കേന്ദ്ര നേതൃത്വം പറഞ്ഞ മേയർ സ്ഥാനാർത്ഥിയും ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയും മനസ്സാ അംഗീകരിക്കുകയായിരുന്നു. അത് ഹാപ്പിയായിട്ട് സന്തോഷമായിരുന്നു. മാഡം നയിക്കും എന്നുള്ളതിനെ പിന്തുണച്ചിരുന്നത് എന്തോ? എത്ര കൗൺസിലർമാരുടെ പിന്തുണ ഉണ്ടായിരുന്നു? ആരും പിന്തുണച്ചില്ല. 44 കൗൺസിലേഴ്സും കേന്ദ്ര നേതൃത്വം പറയുന്നതിനോടൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞതാണ് എന്റെ അറിവ്. അതോടൊപ്പം ഞാനുണ്ട്. എനിക്ക് വ്യക്തിപരമായ ബുദ്ധിമുട്ടില്ല, അതുകൊണ്ട് പ്രായച്ചിത്തത്തിന്റെ കാര്യം വരുന്നില്ല ഇതിനകത്ത്. ഇതില് ഞാൻ ഈ പാർട്ടിയിലോട്ട് ചേർന്നതിന്റെ ഉദ്ദേശം ശ്രീ നരേന്ദ്രമോദിജി നമ്മുടെ രാജ്യത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യുന്ന നന്മ കണക്കിലെടുത്ത് മാത്രമാണ്. അത് കേരളത്തില് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ വളരെ നന്നായിട്ട് തിളങ്ങി നിൽക്കുമ്പോൾ കേരളം മാത്രം ഇരുട്ടിലോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. കേരളത്തിലും അത് വരണം. ആ ഒരു നന്മ കേരളത്തിലുണ്ടാവണം. കേരളത്തിലെ ജനങ്ങൾക്കും സമൂഹത്തിനും ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്ര നേതൃത്വം നൽകുന്ന സപ്പോർട്ട് ഇവിടെ കിട്ടണം. നന്മയുടെ നിറകുടം തിളങ്ങുന്ന നമ്മുടെ ശ്രീലേഖ മാഡ് IPSന്റെ കരച്ചിൽ കണ്ടോ? മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഈ അമ്മച്ചിയെ ഈ കണ്ട കോപ്രായങ്ങളൊക്കെ ഇവർ കാണിച്ചു കൂട്ടിയത്. എന്നാൽ മേയർ സ്ഥാനം കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഡെപ്യൂട്ടി മേയർ സ്ഥാനം പോലും കൊടുക്കാതെ അത്രത്തോളം തരം താഴ്ത്തിയാണ് BJPയുടെ മുതിർന്ന നേതാക്കന്മാർ അമ്മായിക്കിട്ട് സ്നേഹിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് നൈസായിട്ടൊരു പണിയങ്ങ് കൊടുത്തത്. ഈ മേയർ സ്ഥാനത്ത് വി രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അതേസമയം അമ്മച്ചി ഇറങ്ങിപ്പോകുന്ന വീഡിയോയും കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതല്ലേ. അപ്പം തന്നെ നമുക്ക് അമ്മച്ചിയുടെ ആ ഒരു വിയോജിപ്പ് അല്ലെങ്കിൽ ഇതിനോടുള്ളൊരു എതിർപ്പ് എന്താണെന്നുള്ളത് എല്ലാവരും കണ്ടതാണല്ലോ. ഇപ്പോൾ വന്ന് കിടന്ന് കരഞ്ഞു കൂവിയിട്ട് വല്ല കാര്യമുണ്ടോ? മനസ്സൊക്കെ ഒന്ന് പിടിച്ചു വെക്കണ്ടേ? ഇതുമല്ല, ഇനി ഇതിനപ്പുറം കിട്ടാനുണ്ട്. എന്തായാലും ഡെപ്യൂട്ടി മേയറായിട്ട് വന്നിട്ടുള്ള ആ ഒരു പെൺകുട്ടി വലിയ സീനിയർ ആയിട്ടുള്ള ഇതൊന്നും അല്ല BJPക്കകത്ത്. അത്രത്തോളം ഒരു പരിചയമുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. അപ്പോൾ അത്രത്തോളം ഈ ഒരു സാധനത്തിനെ ഇവർ പുച്ഛിച്ച് തള്ളി എന്നുള്ളതാണ്. കാരണം അവഗണന ഏറ്റു എന്നുള്ളതാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ കരഞ്ഞിട്ടോ കൂവിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല. കിട്ടുന്നതും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഏതെങ്കിലും മൂലയിൽ ചുരുണ്ട് കൂടുക. പിന്നെ ഇതുപോലുള്ള ചില നേതാക്കന്മാരുടെ നെഞ്ചത്തോട്ടൊക്കെ ഒന്ന് ചാടി കയറുക ഇടയ്ക്കിടയ്ക്കൊക്കെ. ഏതാ നമ്മുടെ MLAയുടെ നെഞ്ചത്തോട്ടൊക്കെ ചാടി കയറിയില്ലേ, ഓഫീസ് ഇപ്പോൾ വിട്ടു തരണം, എനിക്ക് എന്നെ കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വരും എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും നരേന്ദ്രമോദിജിയുടെ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ ശ്രീലേഖ മാഡം ഇനി കേരളത്തിൻ്റെ മുഖച്ഛായ അങ്ങോട്ട് മാറ്റും കേട്ടോ. അതിന് മേയർ സ്ഥാനം കിട്ടിയാലും കൊള്ളാം, കിട്ടിയില്ലെങ്കിലും കൊള്ളാം, ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അത് ജയിപ്പിച്ച് വിട്ട ആളുകൾക്ക് വേണ്ടി അമ്മച്ചി ചെയ്യുമെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. നമുക്കെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം ഇനി എന്തൊക്കെയാണ് തിരുവനന്തപുരത്തിൻ്റെ ഒരു അവസ്ഥയെന്നും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്കിങ്ങനെ ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണാം അല്ലേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം.